ഇതാണ് നമ്മുടെ അമൂർ. എൻ്റെ പേര് മർഷാദ്, ഡൈവ് മാസ്റ്ററാണ്. അതിൽ ലക്ഷ്യയുടെ ഫ്രൈ ഡൈവ് സ്കൂബ ആക്ടിവിറ്റീസാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫ്രൈ ഡൈവ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റീസാണ് സ്കൂബ ഡൈവ്. ഇത് ചെയ്യാൻ നിങ്ങളൊരു പ്രൊഫഷണൽ സ്വിമ്മറോ പ്രൊഫഷണൽ ഡൈവറോ ഒന്നും ആകേണ്ട ആവശ്യമില്ല. സ്വിമ്മിങ് ഒട്ടും അറിയണ്ട. ഏതായാലും ബ്രീത്ത് കിട്ടും. സിമ്പിളായിട്ട് വലിച്ചാൽ മതി. വലിക്കുന്ന സമയത്ത് ചുണ്ട് നന്നായിട്ട് ക്ലോസ് ചെയ്ത് പിടിക്കണം. ഓ ഷേപ്പിൽ ചുണ്ട് മൂവ് ചെയ്താലാണ് വെള്ളം കയറുക. നിങ്ങളുടെ ചുണ്ട് വല്ല അനങ്ങുകയാണെങ്കിൽ ഞങ്ങൾ പ്രസ് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ബട്ടണുണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്യുക. നോർമലി വീണ്ടും ബ്രീത്ത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, മാസ്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ട് മുക്കിലൂടെ ശക്തമായ ബ്രീത്ത് ഔട്ട് ചെയ്താൽ പോകും. ഇത് ചെയ്യണമെന്നില്ല, കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി. ഇതിൽ എയർ ഫില്ല് ചെയ്യുമ്പോൾ ഇതൊരു ലൈഫ് ജാക്കറ്റും കൂടിയാണ്. നമ്മൾ താഴെ പോകുമ്പോൾ ഇൻഫ്ലേഷൻ ചെയ്തിട്ട് എയർ റിലീസാക്കിയാണ് കൊണ്ടുപോകും. നിങ്ങൾ കംഫോർട്ട് ആണെങ്കിൽ താഴെ കൊണ്ടുപോകും, അല്ലെങ്കിൽ മിഡിൽ വാട്ടറിൽ, ഫോറൽസ് എല്ലാം മിഡിൽ വാട്ടറിലേ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ കംഫോർട്ടാണ് താഴെ കൊണ്ടുപോയി ഇരുത്തി സ്റ്റാൻഡൊക്കെ തൊട്ടിട്ട് ഒരു 5 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. ഒരു വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു ട്രെയിനിങ് കൂടെ കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഞാനും മഞ്ജും ചെയ്യുന്നില്ല, കാരണം ഇന്നലെ സ്നോർക്കലിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് തൊണ്ടയ്ക്കും ചെവിക്കൊക്കെ ചെറിയൊരു ഇത്, വേറെ ഒന്നുമല്ല, ഒരു പ്രഷർ അത്രേ ഉള്ളൂ. മഞ്ജുവിനൊക്കെ ഇപ്പോഴും കോൾഡ് മാറിയിട്ടില്ല. അപ്പം ബാക്കി 4 പേരും പോകുന്നുണ്ട്. അപ്പോൾ അവർ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ സത്താറെത്തി. ആദ്യമായി സത്താറ് പ്രാക്ടീസിന് പോവാണ്. ചെരുപ്പ് അവിടെ ഇട്ടോ. അങ്ങനെ സ്കൂബ കഴിഞ്ഞ് നമ്മുടെ ആൾക്കാരൊക്കെ തിരിച്ചെത്തി. പൊളിച്ചാ പേടിച്ചാ ഇഷ്ടായ മീനൊക്കെ ഉണ്ടോ? മറ്റേനത്രയും പാടില്ലായിരുന്നു കേട്ടോ. മറ്റേതിന് അത്ര പാടില്ലേ? ഒരുപാട് താഴത്തേക്ക് പോയാ? താഴത്തോട്ട് പോയി. ആണോ? നല്ല താഴ്ചയിലേക്ക്, നല്ല താഴ്ചയിലേക്കാ? 50 മീറ്റർ ആണോ? താഴ്ചയിലേക്ക്. ഒരുപാട് മീനെ കൂട്ടി പറഞ്ഞോളൂ. പക്ഷെ രണ്ടും ചെയ്യണം കേട്ടാ. സ്നോർക്കലിംഗ് വേറെ എക്സ്പീരിയൻസ്, ഇത് വേറെ എക്സ്പീരിയൻസ്. ആ, മീനുകളൊക്കെ കണ്ടു. കോറൽസ് ഒക്കെ തൊട്ടാ? കോറൽസ് തൊട്ടു. പിന്നെ ഇങ്ങനെ അടിക്കും, ഇങ്ങനെ കാണിക്കുമ്പോ ഒരു സാധനം കളർ കോമ്പിനേഷൻ ഉള്ള മീൻ.
അവിടെ അന്താം ബീച്ചിലാണ്. ഞങ്ങള് ഫിഷിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്, നല്ല മഴയുണ്ട്. അപ്പോൾ ആ മഴയത്ത് നമ്മൾ ഫിഷിങ്ങിന് പോവാണ്. പെണ്ണെടുത്തുണ്ട് വീഡിയോ അതാ ചൂണ്ടയിടാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. മീനാണ് മെഡിസിൻ എന്തെങ്കിലും ഒഴിക്കുമല്ലോ ഉപ്പല്ലേ? അല്ല, ഉപ്പും വെയിലും അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. കഴിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങളെ ഉണ്ട്. ഓ, ഇവിടെ കഴിക്കും. അതെ, ചെയ്യും. പിന്നെ എല്ലാം നിങ്ങൾ അയക്കല്ലേ ഇവിടുന്ന് അല്ലേ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക്? ഇതൊന്നും നമ്മൾ അവിടെ കണ്ടില്ല കേട്ടോ. സ്നോർക്കിലിങ്ങിന് ഞങ്ങള് കണ്ടായിരുന്നു. ഇത്ര കുറച്ചല്ലേ ഉള്ളൂ, ഇത്ര എണ്ണം കിട്ടിയില്ല. എന്താ തീറ്റിട്ട് കൊടുത്തേ? അതാണ് ഇതിങ്ങനെ. ഈ കടയിൽ ഇത് മൊത്തം ബിസ്ക്കറ്റ് കിട്ടത്തോളം തോന്നുന്നു. ബിസ്ക്കറ്റ് തിന്നാൻ വേണ്ടിട്ട് ആ പാത്രം എടുക്കും. ഞാൻ പിടിക്കാൻ പറ്റേ? ഒരു വീഡിയോ അടുത്തത് സെയിം മീൻ. വീണ്ടും സത്താർ. നല്ലവരും വിടുന്നവരുണ്ട്. അത് മീൻ തന്നെ കേട്ടോ കിട്ടുന്നു. വേറെ മീനെ മതി. ഇനി ഞാൻ ഊരുന്നില്ല, തന്നെ ഞാൻ ഊരത്തില്ല. എനിക്ക് ഇങ്ങോട്ട് കൊണ്ടു ഇങ്ങോട്ട്. ഇവിടെ ഇപ്പൊ എല്ലാം സെയിം മീനാണ് കിട്ടുന്നത്. സെയിം കളർ മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിടല്ലേ? പോയാ ചെറുതായിട്ട് ഭാഗത്തേക്ക് പോയാൽ മതി. ഹലോ. ആ നിച്ചു ഇരുന്ന് ചൂണ്ടിരുന്നു. ഞങ്ങൾ ഫിഷിങ്ങിന് പോയേക്കാണ്. ബോട്ടിന്റെ ഫ്രണ്ടില് ഞാൻ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുക. ചേട്ടാ കിട്ടിയിട്ട് വരെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഒരേ കളർ മീനാണ് കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഷമീന് 45 മീനൊക്കെ കിട്ടിയതാണ് പറഞ്ഞത്. വേറൊരു ഗ്രൂപ്പായിട്ട് വന്നപ്പോൾ മേലെ തീർക്കുന്ന പറയുന്നത് 50 ആക്കാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. അതിലെ പരിശ്രമത്തിലാണ്. അതെ. മീൻ തന്നെ. ഫിഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അമൂറിനെ കിട്ടിയിരിക്കുകയാണ്. അമൂർ. അതെ, മഞ്ജു അമൂറായിട്ട് നിൽക്കണു. അമൂർ. റെഡ് കിട്ടിയത് നമുക്ക് ഭയങ്കര ഇതായിപ്പോ അല്ലേ? ഇല്ല, ആരും വെള്ളത്തിൽ പോയിട്ടില്ല. അങ്ങനെ കിട്ടിയായിരുന്നു എന്റെ വീഡിയോ. മഞ്ഞ പോയിട്ട് നമുക്ക് മീനെ കിട്ടിയില്ലെങ്കിലാണ്. അങ്ങനെ ഞങ്ങള് മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ്
നമ്മുടെ പ്രിയപ്പെട്ട അബു ഞങ്ങളെ കരയിലെത്തിച്ചത് ആ മീൻ നന്നാക്കി തരികയാണ്. വളരെ സ്പീഡിൽ മീൻ നന്നാക്കുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട അബു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്ര പിടിച്ചു എന്നുള്ളത് എണ്ണം പറയുന്നതാണ്. ഞാൻ ഇപ്പൊ തന്നെ രണ്ട് പിടിച്ചോണ്ട് പോവോ മീനിനെ? രണ്ട് മീൻ പിടിക്കുന്നു. ഇപ്പോൾ ഇതുവരെ ഷമീമിന്റെ ഗ്രൂപ്പിലെ റെക്കോർഡ് 45ആണ്. ഞങ്ങളത് പൊട്ടിക്കില്ലെന്ന് പറഞ്ഞ വീഡിയോ എടുത്താ നമ്മളെ റെക്കോർഡ് 45 നമ്മളെ ടീം തീർത്തും പറഞ്ഞത്. അതെ, ഒരു പേരുണ്ടാക്കണം നമ്മളെ ഗ്രൂപ്പില്. അതെ അതെ, തരണ്ടിയോ? അത് ഫുള്ളൊന്നും പുറത്ത് കൊടുക്കല നിങ്ങള് വിക്കല നമ്മളെ കണ്ട ഉരുവില്ലേ, ആ ഉരുവില് കയറ്റി വിടും. അപ്പൊ ഉപ്പിലിട്ടിട്ട് പച്ചയോട് കൂടിയാ. മഞ്ഞുണ്ട്, മാമൂറുണ്ട്, കോരുണ്ട്, പുതിയാപ്പിളക്കോരുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ കാണാനില്ല അതില്. കേരളത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട നെച്ചു തകർത്തോണ്ടിരിക്കുകയാണ്. കണ്ടോ? വലിച്ചിടുന്നോ? ഇതൊക്കെ എനിക്ക് സിമ്പിളാണെന്ന് പറഞ്ഞു. സിമ്പിളാണ്. ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന ഭർത്താവ് സത്താർ എവിടെയോ പോയി. അതെ, കേട്ടോ? ഓർക്കെ ഓർക്കെ 2 3 4 5 6 7 8 9 10 11 12 13 14 15 49 50 51 52 53 54 55 56 57 58 59. അടുത്ത റെക്കോർഡ് തകർക്കാൻ വരും. 100 ആയിക്കോട്ടെ. ഒരാൾക്കത് സാധിക്കില്ല എന്നുള്ള ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, ആർക്കും തകർക്കാൻ പറ്റില്ല. 60 മീൻ പിടിക്കണം. അതെ 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 അതെ. വെള്ളം വന്നു കഴിയും. അപ്പൊ 60 മീൻ 15 മിനിറ്റ് കൊണ്ട് അബു നെച്ചും കൂടെ ക്ലീൻ ആക്കി റെഡി ആക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ നന്നാക്കി ഇങ്ങനെയൊക്കെ കണ്ടോ? ഇത് വന്നിട്ട് അപ്പൊ ഈ വെള്ളം വന്ന് വരുമ്പോ ഇല്ല, ഇത് അടിയിലേക്ക് പോയില്ലേ? അപ്പൊ ഞങ്ങൾ അങ്ങനെ കല്യാണ വീട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പടക്കം പൊട്ടിക്കാണ്, കോമ്പര പൊട്ടിക്കണ. വലിയ മാല. എവിടെ മാല? അതെ അതെ, അത്രേ ഉള്ളൂ. മാലപ്പടക്കം കൊണ്ടൊന്ന് ഇത് വെച്ചിട്ടുണ്ട്. അതെ, മല എടുത്തോ. എന്താ ആണ്ടേ കല്യാണച്ചക്കം വരാറായ കല്യാണച്ചക്കം ആ സ്പ്രേ ദൈവമേ, ചക്കൻ്റെ മേത്തിട്ട് പൊട്ടിപ്പോകും.
ചെക്കനെ കാണാനേ ഇല്ല, വെടി പോകാൻ മയമാണ്. അവനെ അവിടെ ഇരുത്തിയിട്ട് പടക്കം ചുറ്റോട് ചുറ്റും പൊട്ടിക്കുകയാണ്. മനസ്സിലായ? ചെയ്തിട്ടായിരിക്കും ഇത് പെണ്ണിന്റെ അച്ഛൻ. അപ്പം അങ്ങനെ ചെക്കനെ മുകളിൽ പെണ്ണിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോകാണത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് ചെക്കനെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് പെണ്ണിൻ്റെ വീടാണ്. അപ്പോൾ ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലാണ്. ഇവിടെയാണ് ഭക്ഷണമൊക്കെ. ഇവിടെ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ലക്ഷദ്വീപിൽ വന്നപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചയും കാണാൻ പറ്റി. ലക്ഷദ്വീപിലെ കല്യാണം എന്തേ അപ്പോൾ ഇതാണ് കല്യാണക്കുട്ടി അല്ലേ? ശരി ശരി ശരി, സന്തോഷം സന്തോഷം. അത് ശരി ശരി. ഇത് ഇത്രയും കൂടി ഇനിയുണ്ട് മീൻ. ഇത്രയും ഒഴിവാക്കിയാളെ അവനാ പൊട്ടൂലല്ലോ. അവിടെ